ഈശ്വര, പാവം ചിന്നുവിനോട് ഞാൻ എങ്ങനെ കാര്യം പറയും? എന്നാലും എന്നെ വിളിക്കാൻ ചന്ദ്രമ്മയുടെ മാനസപുത്രം വരാത്തത് ശരിയായില്ല. ഇവിടെ ഇന്നെന്തോ വിശേഷമുണ്ടല്ലോ. വീടെല്ലാം നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ചന്ദ്രമ്മയുടെ വിശേഷം? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ഇനി ഞാൻ ആശുപത്രി വിട്ടു വരുന്നതിന്റെ സന്തോഷമാണ്. രമാദേവി മാഡത്തിന് എന്നെ അത്രയും ഇഷ്ടമായിരുന്നില്ലേ? വിവാഹ നിശ്ചയോ? ആരുടെ വിവാഹ നിശ്ചയം? ആ, ഭദ്രൻ സാറിന്റെ മകള് അനസൂയുടേതായിരിക്കും അല്ലേ? അല്ല ചിന്നു, ഇത് രമാദേവി മാഡത്തിന്റെ ഇളയ മോന്റെ വിവാഹ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങളാ. ഇളയ മകനോ? ഞാൻ പറഞ്ഞില്ലേ രമാ മാഡത്തിന്റെ രണ്ടാമത്തെ മകന്റെ കാര്യം. ഈ മുറിയിൽ ആരും കയറുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. അയാൾ എപ്പോഴെങ്ങനെ ഇവിടേക്ക് കയറി വന്നാ തന്റെ കാര്യം പോക്ക പിടിച്ച് തിന്നുകളെ. മുകളിലത്തെ ആ മുറിയില്ലേ, ഇവിടുത്തെ ഇളയ മകന്റെ മുറി, അത് ഞാൻ ക്ലീൻ ചെയ്തു കേട്ടോ. ഒന്നാമത് പുള്ളിക്ക് പെമ്പിള്ളാരൊന്നും ഇഷ്ടമല്ല. പിന്നെ തന്റെ സംസാരം കൂടി ആവുമ്പോ ബഹു ഗെയിമായിരിക്കും. രമാദേവി മാഡത്തിന്റെ ഇളയ മകൻ തിരിച്ചെത്തിയല്ലേ? ഏതായാലും ഈ കല്യാണം അടിച്ചു പൊളിക്കണം. അങ്ങനെ വഴി പിഴച്ച കുഞ്ഞാട് തിരിച്ച് അച്ഛന്റെ അമ്മയുടെ അരികിലെത്തി. അല്ല, രമാദേവി മാഡത്തിന്റെ ഇളയ മകനെ ആള് നമ്മൾ ഉദ്ദേശിക്കുന്ന പുള്ളിയല്ല. തോന്നിയതുപോലെയുള്ള വഴി പഴച്ച ജീവിതം അയാളുടേത്. രമാദേവി മാഡത്തിന്റെ ഏറ്റവും വലിയ തലവേദനയായിരുന്നു ആ ചെക്കൻ. ഡ്രൈവർ പയ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നിരാശ കൊണ്ടാ രമാദേവി മാഡം എല്ലാരോടും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. ഏതായാലും നന്നായി. ഇനി രമാദേവി മാഡത്തിന് നമ്മളെയൊന്നും ചീത്ത പറയാനുള്ള സമയം കിട്ടില്ല. കല്യാണത്തിരക്കിലായിരിക്കും. ഈശ്വര, പാവം ചിന്നുവിനോട് ഞാൻ എങ്ങനെ കാര്യം പറയും? എന്നാലും എന്നെ വിളിക്കാൻ ചന്ദ്രമ്മയുടെ മാനസപുത്രം വരാത്തത് ശരിയായില്ല. ആ, ചിലപ്പോ എൻഗേജ്മെന്റിന്റെ ജോലി തിരക്കും ഉണ്ടായിരിക്കും. പാവം. ഡ്രൈവർ പയ്യുന്നത് എവിടെയായിരിക്കും? അല്ല, ഞാൻ മഹിയെ തിരഞ്ഞാണെങ്കിൽ ഇപ്പൊ മഹി നല്ല തിരക്കിലായിരിക്കും. അത് ശരിയാ. ഇതുപോലൊരു ചടങ്ങ് നടക്കുമ്പോ വീട്ടിലെ ഡ്രൈവർ ഫുൾ ടൈം ഡ്യൂട്ടിയിലായിരിക്കുമല്ലോ. ആ തിരക്ക് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാ
നമുക്ക് അകത്തേക്ക് പോവാന്ന് പറഞ്ഞത്. ചിന്നു ഇവിടെ കുറച്ച് റെസ്റ്റ് എടുക്ക്. മഹി തിരക്കൊക്കെ കഴിയുമ്പോ ഇങ്ങോട്ട് വന്നോളൂ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. വേണ്ട. ഞാൻ തിരികെ എത്തി. എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ഡ്രൈവറില്ലായിരുന്നെങ്കിൽ ഈ ചിന്നു ഈ ലോകത്തുണ്ടാവുമായിരുന്നില്ല. എന്നാലും എന്നെ ഡിസ്ചാർജ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരാൻ ഈ ഡ്രൈവർ അവിടെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതി, ആഗ്രഹിച്ചു. പക്ഷേ സീതെ, അതിവിടെ വെക്ക്. ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ആഗ്രഹിച്ചു പോയതുകൊണ്ട് പറഞ്ഞതാ. ഇവിടെ ഒരു ചടങ്ങ് നടക്കുമല്ലേ, ആ സമയത്ത് ഇയാളിവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഞാൻ ദക്ഷയെ കെട്ടാൻ പോകുന്ന കാര്യം ചിന്നു അറിഞ്ഞു കാണൂ. എന്നിട്ടും എന്നോടിങ്ങനെ പുഞ്ചിരിച്ച് സംസാരിച്ച് നിൽക്കാൻ ചിന്നുവിന് പറ്റുന്നുണ്ടല്ലോ. ഈശ്വര, ഇതെങ്ങനെ രമ മാഡം കണ്ട? എനിക്കത് ഓർക്കാൻ പോലും വയ്യ. ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പോ ഇവിടെ ഏറ്റവും ആവശ്യമുള്ള ആള് ഡ്രൈവർ പയ്യന്. ആ തിരക്കല്ലേ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് ഈ ഡ്രൈവർ പയ്യനോട്, അല്ല മാഷിനോട് ഒരു പരാതിയും പരിഭവവും ഇല്ല. ഇതെനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് വായിക്കാനായി ഞാൻ എഴുതി വെച്ചിട്ടുള്ള എൻ്റെ മനസ്സിന് മാത്രം അറിയാവുന്ന ചില സത്യങ്ങളാ, കാര്യങ്ങളാ.